ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലെയർ ഓഫ് ദ സ്കോഡ് വെച്ചിട്ടുള്ള പാർട്ട് 12ാമത്തെ വീഡിയോ ആണ്. ഇതിന് മുന്നത്തെ കളി മണ്ടത്തരം കാരണം ഡ്രോ ആയിപ്പോയി. അങ്ങനെ 5 പോയിൻ്റ് മൈനസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കളിക്കുന്ന കളി എങ്ങനെയും ജയിക്കണം, ജയിച്ചേ പറ്റുള്ളൂ. ഒപ്പോണ്ട് കണ്ടായിട്ട് പ്രൊസീഡ് കൊടുക്കാം, നോക്കാം ഒപ്പോണ്ട് എങ്ങനെയുണ്ടെന്ന്. അത്യാവശ്യം നല്ലൊരു ഒപ്പോണ്ട് ഉണ്ട്. എന്താവും നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ സ്കോഡ്. ഇനി ഒപ്പോണ്ട് സ്കോഡ് നോക്കി നോക്കട്ടെ. ഇതാണ് ഒപ്പോണ്ട് സ്കോഡ് 3C. അങ്ങനെ ഒപ്പോണ്ട് അടുത്തുകൂടി കളി തുടങ്ങുകയാണ്. എങ്ങനെയും കളി പിടിക്കണം, അല്ലാണ്ട് വേറെ വഴിയില്ല. എടുത്തുണ്ട് ഫസ്റ്റ് തന്നെ നോക്കി നോക്കാൻ പറ്റുമെന്ന്. കിട്ടിയിട്ടുണ്ട് മാർട്ടിനസിന്, പാൽമർ, ഫോഡൻ. വീണ്ടും മാർട്ടിനസിന് ഫ്രീ ചാൻസ് ആണ്, സിമ്പിളായിട്ട് ഗോൾ അടിക്കാവുന്നുള്ളൂ. ഭാഗ്യമുണ്ട്, തട്ടി ഉള്ളിൽ കയറി. ഗോളിയുടെ മേത്തട്ടി എന്തായാലും ഉള്ളിൽ കയറി, പുറത്തേക്ക് പോയി എന്തോ ഭയത്തിന്. ഒപ്പോണ്ട് ഡബിൾ അറ്റാക്കിനൊക്കെ ഇട്ടുണ്ട്, നോക്കി നോക്കാം എന്താവുന്നു. ഒപ്പോണ്ട് അറ്റാക്ക് ബോൾ എടുത്തിട്ടുണ്ട്, പാസ് കൊടുക്കാം. എംബാപ്പെ മാർട്ടിൻസിന് വീണ്ടും കിട്ടിയിട്ടുണ്ട്, ഷോട്ട് അടിക്കാം. അടിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ അടുത്ത് ഗോൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെ 2 ഗോളിന് ലീഡ് പിടിച്ചിട്ടുണ്ട്. കളി പിടിക്കണം. ഒപ്പോണ്ടിനെ ഫൗൾ ചെയ്ത് കൊന്നിട്ടായാലും കളി പിടിച്ചിട്ടുള്ള പേരുള്ളൂ. ഒപ്പോണ്ട് അറ്റാക്കാണ്. ബോൾ എടുക്കടി, ഇവിടെ ക്ലിയർ ചെയ്തിട്ട് പോയില്ല. ഒപ്പോണ്ടാണ്. വീണ്ടും ഡാനിലോ വെച്ചു. വീണ്ടും പൈസ എടുത്തിട്ടുണ്ട്. പാൽമറിന് ഡിഫറൻറ്റ് ആയിട്ട് കിട്ടി. വീണ്ടും അറ്റാക്ക് പോവാം. എംബാപ്പെ നമ്മുടെ അറ്റാക്കാണ്, നല്ല ചാൻസ് ഉണ്ട് എംബാപ്പയ്ക്ക്. പാസ് കൊടുക്കാം, പാസ് ബ്ലോക്ക് ഒന്നും കൂടുതലേക്ക് പോയി. ഒപ്പോണ്ട് അറ്റാക്ക് വരികയാണ്. അവിടെ കിട്ടിയ ഡാനിലോ ടാക്കിൾ ചെയ്യാം, എടുത്തിട്ടുണ്ട്. ഡാനിലോ ക്ലിയർ ചെയ്തിട്ടുണ്ട്, നല്ലൊരു ടാക്കിളായിരുന്നു ഡാനിലോടെ. വീണ്ടും ഒപ്പോണ്ട് അറ്റാക്കാണ്. ഡാനിലോ എടുത്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ആയിട്ട് ഫസ്റ്റ് ഹാഫ് 2 ഗോളിന് ലീഡുണ്ട്. നോക്കി നോക്കാം സെക്കൻഡ് ഹാഫ്. അങ്ങനെ സെക്കൻഡ് ഹാഫ് നമ്മുടെ ചെറുപടി കളി തുടങ്ങുകയാണ്. അപ്പോൾ അതൊക്കെ കളിച്ചാൽ മതി. 2 ഗോളിന് ലീഡുണ്ട്. കഴിഞ്ഞ കളിയുടെ പോലെ മണ്ടത്തിനൊന്നും കാണിച്ചു. മാർട്ടിൻസിന് പാസ് വയ്ക്കാം, പാൽമറിന് കിട്ടിയിട്ടുണ്ട്. വീണ്ടും മാർട്ടിൻസിന് വയ്ക്കാം, കിട്ടിയിട്ടുണ്ട്. ഷോട്ട് അടിച്ച് നോക്കാം, അടിച്ചിട്ടുണ്ട്. അങ്ങനെ 3 ഗോൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെ 3 ഗോളിന് ലീഡ് പിടിച്ചിട്ടുണ്ട്. മാർട്ടിൻസ് എന്തായാലും ഹാട്രിക് അടിച്ചിട്ടുണ്ട്. ഫോറിന് കിട്ടിയിട്ടുണ്ട്, പാസ് വയ്ക്കാൻ വേണ്ടിക്ക് എംബാപ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പാസ് വയ്ക്കാൻ ബാക്കിലേക്ക് കിട്ടിപ്പോയില്ല. പ്രൈസ് എടുത്തിട്ടുണ്ട്, പാസ് വയ്ക്കാൻ മാർട്ടിൻസിന്. എംബാപ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട്, പാസ് കൊടുക്കാം, ഫോറിന് കൊടുക്കാം. ഒരു ക്രോസ് വെച്ച് നോക്കാം, വെച്ചിട്ടുണ്ട്. പക്ഷേ ഹെഡ് ചെയ്ത് പാളിപ്പോയി. വീണ്ടും എടുത്തിട്ടുണ്ട് എംബാപ്പ. ഒരു ബോൾ കിട്ടിയിട്ടുണ്ട്. പാസ് വയ്ക്കാം, പാൽമർ ഷോട്ട് അടിച്ചിട്ടുണ്ട്, ഗോൾ അടിച്ചിട്ടുണ്ട്. 4ാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെ 4-0 ആയിട്ടുണ്ട്. 4 ഗോളിന് ലീഡ് പിടിച്ചിട്ടുണ്ട്. എന്തായാലും അപ്പോൾ അത് കളി കഴിഞ്ഞ് ഡാനിൻ്റെ അടുത്തുണ്ട്, ഗോളിക്ക് കൊടുത്തു. ടണറൊന്ന് ഫ്രണ്ടിൽ കൂടെ ഒപ്പോണ്ട് അറ്റാക്ക് ഇട്ടതൊക്കെ ഫുള്ള് കളഞ്ഞിട്ടുണ്ട്. നോർമലാക്കി തന്നെ ഇട്ടുണ്ട്, നല്ല ചാൻസ് ഉണ്ട്. മണ്ടത്തരായി പോയി. ഫസ്റ്റ് തന്നെ പാസ് വെച്ച് സ്കില്ലിടാം, ഷോട്ട് അടിക്കുക. ഷോട്ട് ബ്ലോക്ക് വന്നു. പാസ് വയ്ക്കാൻ ഫ്രണ്ടിക്ക് എംബാപ്പെ, പാൽമർ സൈഡിൽ കൂടെ ഡാനിലോ കിട്ടിയില്ല, ബോള് പോയി കഴിഞ്ഞ്. എടുക്കാൻ പറ്റുമോ? അങ്ങനെ കളി കഴിഞ്ഞിട്ടുണ്ട്. ടീഷൻ മണ്ണ് എന്തായാലും കയറിയുണ്ടാവും. കയറിയുണ്ട്. ടീഷൻ മണ്ണ് എന്തായാലും കയറിയുണ്ട്. മാർട്ടിനസിൻ്റെ അടിപൊളി ഒരു കളിയായിരുന്നു, ഹാട്രിക് അടിച്ചൊരു കളിയാണ്. അങ്ങനെ പ്ലെയർ ഓഫ് ദ സ്കോഡ് വെച്ചിട്ട് ഡിവിഷൻ 1 കയറിയിട്ടുണ്ട്. ഈ പ്ലെയർ ഓഫ് ദ സ്കോഡിൽ മിഡായിരുന്നു പ്രശ്നം. ബോക്സ് ടു ബോക്സും ഓർക്കസ്ട്രേറ്ററും വെച്ചാണ് മിഡ് പിടിച്ചത്. അത്യാവശ്യം നല്ല പൊട്ടുണ്ടായിരുന്നു. ഹാങ്കർമാനൊന്നും ഉണ്ടായില്ല ടീമിൽ പ്ലെയർ ഓഫ് ദ കാർഡ് വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ ഡിവിഷൻ 1 അടിച്ചിട്ടുണ്ട്. 1802 റാങ്കിങ്ങിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഡിവിഷൻ 1 അടിച്ചു പ്ലെയർ ഓഫ് ദ സ്കോഡ് വെച്ചിട്ട്. എങ്ങനെയൊക്കെ അടിച്ചു. ഇതിലെ ഡ്രോ പോയ കളി മിക്കതും, അതിലെ തോറ്റ കളിയും മണ്ടത്തരം കാരണം കൊണ്ട് കളഞ്ഞ കളികളാണ്. ഒന്നും പറയില്ല, മണ്ടത്തരമാണ് ഫുള്ള്. അങ്ങനെ ഫൈനലി നമ്മൾ ഡിവിഷൻ 1 അടിച്ചിട്ടുണ്ട് ഈ പ്ലെയർ ഓഫ് ദ സ്കോഡും വെച്ചിട്ട്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണാം. ബൈ.